Dear children, good morning, all of you. At first, I am welcoming you to the social science class of 7th standard. The corona disease locked us to the four walls of home. Don't worry, we can overcome it by conducting classes through modern social medias like TV, YouTube, WhatsApp, Google Meet, etc. Are you well? Are you happy now? Be happy. We listen the classes. Study well. Okay, next I am introducing myself. I am Vinod. I am the social studies teacher of you. That means I am handling social science of 7th B, D and E sections of Thiruvananthapuram UP School. Dear children, do you like tour? Tour means visit the different places. Surely you will like it. I know, because you are chained in the home itself due to the corona, isn't it? Let us go for a tour. Yes, we are going to Turkey. It is a country standing between Asia and Europe. ലോകമഹാത്ഭുതങ്ങളിലൊന്നായി പരിഗണിച്ചിരുന്ന പ്രാചീന ആരാധനാലയമാണ് തുർക്കിയിലെ ഹാഗിയ സോഫിയ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഹാഗിയ സോഫിയ സാഹചര്യത്തിൽ ഹാഗിയ സോഫിയയുടെ ചരിത്രവും അതിന്റെ പ്രത്യേകതകളും നമുക്കൊന്ന് പരിശോധിക്കാം. തുർക്കിയിലെ ഇസ്താംബുളിൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ആരാധനാലയമാണ് ഹാഗിയ സോഫിയ. CE 360 ഒരു ക്രിസ്ത്യൻ പള്ളിയായാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ഇടയ്ക്കിടെയുണ്ടായ കലാപങ്ങളിൽ തകർന്ന കെട്ടിടം പൂർണ്ണമായും പുനർനിർമ്മിച്ചത് ജസ്റ്റീനിയൻ 1 ചക്രവർത്തിയാണ്. ഗ്രീസിൽ നിന്നും ഈജിപ്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത വിവിധ വർണ്ണങ്ങളിലുള്ള മാർബിൾ പാളികൾ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. CE 537 നിർമ്മാണം പൂർത്തിയായി. ഏതാണ്ട് 1000 വർഷത്തോളം ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളികളിൽ ഒന്നായിരുന്നു ഹാഗിയ സോഫിയ. ബൈസാന്റിയൻ ഭരണാധികാരികളുടെ കിരീടധാരണം ഈ പള്ളിയിൽ വച്ചായിരുന്നു നടന്നിരുന്നത്. 1453 ഒട്ടോമൻ സുൽത്താനായ മുഹമ്മദ് ദ കോൺകറർ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടെ ഹാഗിയ സോഫിയയെ അദ്ദേഹം ഒരു മസ്ജിദാക്കി മാറ്റി. ആവശ്യമായ മിനാരങ്ങളും മറ്റും കൂട്ടിച്ചേർത്തായിരുന്നു ഹാഗിയ സോഫിയയെ മസ്ജിദാക്കി മാറ്റിയത്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന നഗരത്തിന്റെ പേര് ഇസ്താംബുൾ എന്നാക്കി മാറ്റുകയും ചെയ്തു. 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മുസ്ലിം വിശ്വാസമനുസരിച്ചുള്ള പേരുകളും കൊത്തിവെക്കപ്പെട്ടു. ആധുനിക തുർക്കിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന മുസ്തഫ കമാൽ പാഷ അറ്റാതുർക്ക് 1935 ഇതിനെ ഒരു മ്യൂസിയമാക്കി മാറ്റി. ലോക ചരിത്രത്തിലെ തന്നെ മികച്ച നിർമ്മിതികളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്നതാണ് ഹാഗിയ സോഫിയ. മനോഹരമായ ഇതിന്റെ ഗേറ്റും ചിത്രത്തൂണുകളും മാർബിളിന്റെ മനോഹാരിതയുമെല്ലാം സഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്നതാണ്. സ്വർണവും വെള്ളിയും സ്ഫടികവും ഒക്കെ പതിച്ചിട്ടുള്ള സീലിങ്ങുകളും മുറികളും അത്യന്തം മനോഹരമാണ്. മൊസൈക്ക് നിർമ്മിതികളാകട്ടെ ലോകത്ത് തന്നെ അദ്വിതീയവും. നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ ഉത്തമ ഉദാഹരണമായ താഴികക്കുടവും ഹാഗിയ സോഫിയയുടെ പ്രത്യേകതയാണ്.
വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ലോക ചരിത്രത്തിലെ ഈ മികച്ച നിർമ്മിതിക്ക് ഒരു കേടുപാടും ഉണ്ടാകരുതെന്ന് മാത്രമാണ് പൈതൃക സംരക്ഷകരുടെ ആവശ്യം. Then what are the other features of Constantinople? First one is the center of knowledge. Second one, abode of scholars and treasures, trove of scholarly texts, gateway from Asia to Europe. Once more, center of knowledge, abode of scholars and treasures, trove of scholarly texts, gateway from Asia to Europe. ഇപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ എന്തെല്ലാണ് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഫീച്ചേഴ്സ്? ഇത് അറിവിൻ്റെ കേന്ദ്രമായിരുന്നു ഒന്നാമത്തത്. രണ്ടാമത്തത്, കുറേയധികം പണ്ഡിതന്മാരും അവരുടെ സാഹിത്യ വർക്കുകളും നടത്തിയിരുന്ന സ്ഥലമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. മൂന്നാമത്തത്, ഏഷ്യയും യൂറോപ്പും കണക്ട് ചെയ്യുന്ന ഒരു ഗേറ്റ് വേ ആയിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഓക്കെ. In the year of 1453, the Turks conquered Constantinople. Turks means the people from Turkey or the rulers from Turkey. Then the Eastern Roman Empire were not able to continue there. They started to fall down. Then the scholars, artists and writers, they escaped to Italy. They migrated to Italy. Why they migrated to the people from Constantinople migrated to Italy? There are three reasons are there. First one is Italy was the country that upheld the rich Greek Roman traditions. Second one is the rich Italian traders were the patrons of art, literature and culture. These traders were keen to preserve the historical and cultural heritage. Once more I am saying that why did the people from Constantinople migrate to Italy? There are three reasons are there. One is Italy was a country that upheld the rich Greco-Roman tradition. അതായത് ഇറ്റലിയിലെ ജനങ്ങൾ ഗ്രീക്കോ റോമൻ പാരമ്പര്യം അല്ലെങ്കിൽ കൾച്ചർസ് സംസ്കാരം അപ്ഹെൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉയർത്തി കാണിക്കുന്ന വ്യക്തികളായിരുന്നു. രണ്ടാമത്തത് ദ റിച്ച് ഇറ്റാലിയൻ ട്രേഡേഴ്സ് വെയർ ദ പാട്രോൺസ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. ഇറ്റലിയിലെ വ്യാപാരികൾ അല്ല ഇറ്റാലിയൻ ജനങ്ങൾ എപ്പോഴും അവരുടെ കല, സാഹിത്യം, സംസ്കാരം എന്നിവയെ ഉയർത്തിപ്പിടിക്കുന്നവരായിരുന്നു. മൂന്നാമത്തെ ദീസ് ട്രേഡേഴ്സ് വെയർ കീൻ ടു പ്രിസേർവ് ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ഈ വ്യാപാരികൾ അതായത് ഇറ്റലിയിലെ ജനങ്ങൾ, ഇറ്റലിയിലെ വ്യാപാരികൾ എപ്പോഴും അവരുടെ സംസ്കാരത്തെയും അവരുടെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും മുറുകെ പിടിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തി കൊണ്ടുവരുന്നവരായിരുന്നു. ഈ കാരണങ്ങളാൽ ടർക്സ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിലെ നല്ലവരായ ജനങ്ങൾ ഇറ്റലിയിലേക്ക് കുടിയേറി പാർത്തു. Dear students, next I am giving two activities to you. The first one is what were the features of Constantinople? What were the features of Constantinople? The second activity is you should find out the answer for the question. Why did the people from Constantinople migrate to Italy? Why did the people from Constantinople migrate to Italy? Okay.